ഏവിക്കയുടെ ഒരു പാട്ടാണ്. വീട്ടിലെ മെത്ത വിരിഞ്ഞ് നമുക്ക് കാട്ടിലാറടി മണ്ണാണ്, ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്, ഇലയും നൽ തണ്ണീരാതും ചേർത്ത് മണ്ണതിനാല് അടവാകും അവർ ബഹുജോലിയിലേ. എന്നിട്ട് പറയാണ്, പരംവിധി ചുമ്മായിട്ട് ചൊങ്കിൽ നടക്കുന്ന ശുചാത്ത് നമുക്കുണ്ട് നാട്ടിലെ, കഥ എന്തെന്നറിവുണ്ട് നാളെ കിടക്കുന്ന തവറന്ന ഭയങ്കര വീട്ടിലെ. ഈ പാട്ടൊക്കെ പാടി കുട്ടിക്ക് മാർക്കൊക്കെ കൊടുത്തു. അദ്ദേഹം ഉണ്ട്. അത് രണ്ടാമത്തെ പാട്ട് ഒരു കുട്ടി വന്നിട്ട് പാടുന്നത്, മരണം നമ്മിലാണല്ലോ മർത്യർക്കാട് ചിന്തിക്കാൻ ഒരിവില്ലല്ലോ, മലക്കുൽ മൗത്ത് അസ്റായീൽ മനുഷ്യ നിന്നെ തിരയുന്നില്ലേ. പഴയ പാട്ടാണ്. അതിന് മാർക്ക് കൊടുത്ത് മൂന്നാമത്തെ ഒരു പാട്ട് പാടുന്ന എന്താ വെച്ചാല് ആ കുട്ടി വന്ന് പാടുകയാണ്, വള്ളിക്കാട്ടിലാണ് നാളെ മണിയറ കനമുള്ള കണ്ണതിന്റെ മേലെ. അപ്പൊ നീ ഇതിന് മുമ്പ് വീട്ടിലിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇങ്ങനെയൊക്കെ പാട്ട് പാടുകയാണെങ്കിൽ നമുക്ക് ഇതിപ്പോ വേറെ ഞാനൊരു സന്തോഷിക്കുന്ന. ഇപ്പൊ ഞാൻ അന്നേരം ചിന്തിച്ചൊരു കാര്യമുണ്ട്, ഇതൊക്കെ ഇവരൊക്കെ ഈ മഹാന്മാരായ ആളുകൾ എഴുതിയ കാര്യങ്ങളൊക്കെ നടപ്പിലാവുന്നുണ്ട്, ഉദ്ദേശിക്കുന്നുണ്ട്, ഉദ്ദേശം നടപ്പിലാവുന്നുള്ളതാണ്. അങ്ങനെ ചില പാട്ടുകളുണ്ട്. അപ്പൊ ഞാൻ ഏവിക്കയുടെ പാട്ടുകൾ എങ്ങനെ ആഘോഷിക്കപ്പെടുന്ന പാട്ടുകൾ, ഏവിയുടെ എല്ലാ പാട്ടുകളും ഏതാണ്ട് ജനകീയമായ പാട്ടുകളാണ്. ഏവി എന്ന വലിയ പാട്ടുകാരനെയല്ല, അദ്ദേഹം പാടിയ പിന്നെ വിഷയങ്ങളാണ്. ഇപ്പൊ ഭക്തിഗാനൊക്കെ എഴുതുവാണല്ലോ, എന്തിലും എത്രയും പാപി കരീവ്, സ്വന്തമില്ലാരും കനീവ്, സ്വത്തതും മക്കൾ കനീവ്, ഇന്ന കക്ഷി ഞാന് കഴിഭക്ഷകൻ നീയാണ്, വിസ്മയും ഹന്തും സലാത്തും വിണ്ടനീര് പിന്നെ നമ്പുരൂകും ചിന്തയിൽ ആയിരം നീടുന്നേ. നമ്മുടെ പ്രാർത്ഥനകളുള്ള ഒരു പാട്ടാണത്. ഏവിക്ക നമ്മുടെ KT മുഹമ്മദ് കുട്ടിയൊക്കെ KTK ശരിക്കും KTK ഒന്നും ആരോധന ഓർക്കാറില്ല. എത്ര നല്ല പാട്ടുകളാണ്. ഇപ്പോ പ്രണയഗാനങ്ങളുടെ ഒക്കെ ഒരു ഗാനത്തിൽ ഞാൻ നിൽക്കുമ്പോൾ സുലേഖ ബീവിയുടെ ഒരു കഥ, യൂസഫ് നബിയുടെ കഥ, ഉപരാജനാസീസിന്റെ പ്രിയ പത്നി സുലൈഖാബി സുമുഖനാം യൂസുഫ് നബിയെ മനസ്സിൽ വെച്ച് എല്ലാ സുഖങ്ങളും വേടിഞ്ഞവർ പിരിശം വെച്ച്. കേട്ടിക്കയുടെ ഒരുപാട് പാട്ടുകളുണ്ട്. അപ്പൊ ഞാനതൊന്നും പറയുന്നില്ലേ, KTKS. അപ്പോ SM കുറേക്ക അവരുടെ പാട്ട് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ആദ്യം കുറച്ച് സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കും. ഒരു കാര്യം ഞാൻ പറയാം, ഇവരൊന്നും ഈ പാട്ട് കൊണ്ടൊന്നും ഒന്നും സമ്പാദിച്ചവരായിരുന്നില്ല. ചിലപ്പോ ഈ പുതിയ കാലത്തോട് സംവദിച്ചത് കൊണ്ടോ പുതിയ കാലത്തെ പാട്ട് പരിപാടി നടത്താൻ ഭാഗ്യമുള്ളത് കൊണ്ടോ VM കുട്ടി മാഷോ അസീസ് തായ്നേരിയെ പോലെയുള്ള ആളുകൾ, പിന്നെ നേരത്തെ സാമ്പത്തിക സൗകര്യം ഉണ്ടായിരുന്ന പീർക്കയെ പോലെയുള്ള ആളുകളൊക്കെയാണ് ഒരു കുറച്ചൊക്കെ പ്രശ്നങ്ങളില്ലാതെ ജീവിച്ചത്. ബാക്കിയുള്ളവരൊക്കെ അവരുടെ ദൗത്യം ഈ ഭരണാധികാരികളോട് പോലും പടപെട്ടാൽ നിയമ നടപടി. ഭാസ്കരൻ മാഷക്ക് ഒരു മലബാറിലെ സമരത്തെ കുറിച്ച് പാട്ട് എഴുതിയിട്ട് ഒടുവിൽ പോകേണ്ടി വന്നു എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. മലബാറിലെ സമരത്തെ കുറിച്ച് കമ്പളത്ത് ഗോവിന്ദൻ നായർക്ക് ഒരു പാട്ട് എഴുതിയതിന്റെ പേരില് അദ്ദേഹത്തിന്റെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, പാട്ട് കണ്ടുകെട്ടിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ഇവിടെ അടുത്താണല്ലോ നമ്മുടെ ഈ കാടായിക്കൽ മൊയ്തീൻ കുട്ടികാഞ്ചി എന്ന സൂഫി ഗായകൻ. അദ്ദേഹം ജയിലിലെ അനുഭവങ്ങൾ, അദ്ദേഹത്തിന്റെ ശിക്ഷ വിലങ്ങി ചെന്നവെടുത്താരാനുങ്കള പേര് മലങ്ങവൻ എന്തിലേറും ജിന്നാത്തുൽ ഫിർദൗസിലിരിക്കും ക്ഷേമ കിരീടരാണിയ 313 മുർസലീകളെ ശിക്ഷയിൽ ഉൾപ്പെട്ടുങ്കല മുഹിയുദ്ദീൻ ജയിലിൽ കിടന്നിട്ട് വിളിത്തിട സങ്കടമൊക്കെ നിവൃത്തി മഹാകളെ. കോട്ടക്കൽ ഭാഗത്ത് സമരം ചെയ്ത് ജയിലിൽ പോയതാണ്. ജയിലനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ 4-5 പാട്ടുകളുണ്ട്, ജയിലിലെ അനുഭവങ്ങൾ. ഇപ്പോൾ നമ്മളൊക്കെ പാടി നടക്കുന്ന ഒരു പാട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ട്, കുത്തുബുശുഹദാക്കളിലും വന്നാൽ ബദറിൽ പട വെട്ടി ജയിച്ചവർ പോലീസ. ഈ പാട്ട് ഈ കണ്ണൂരിൽ ജയിലിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് ജയിലിലേക്ക് അദ്ദേഹത്തെ മാറ്റാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞപ്പോ കൊടിയ ക്രൂരതക്ക് അല്ലെങ്കിൽ പീഡനങ്ങൾക്ക് പേര് കേട്ട ആ ജയിലിലേക്ക് മാറ്റരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്.
ഇങ്ങനെയുള്ള ഒരുപാട് പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് ഇവരൊന്നും ഇപ്പൊ നമുക്കൊക്കെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. നമ്മുടെ എന്തെങ്കിലും പാട്ട് എഴുതുന്നുണ്ടോ അല്ലെങ്കിൽ പാട്ടിനെ കൊണ്ടു നടക്കുന്നുണ്ടോ, ഗൗരവമായി ഇതിനെ സമീപിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇവരൊക്കെ ചെയ്ത കാര്യം ഞാൻ ഒറ്റ സംഭവം കൂടെ പറയാം. നമ്മുടെ എല്ലാവർക്കും അറിയുന്ന ഒരു പാട്ടാണ്, ഇപ്പോ എല്ലാവരും ആഘോഷിച്ച ഒരു പാട്ടാണ്, ഒരു കല്യാണ പാട്ടാണ്. ആരാലും മനസ്സിൽ നിന്നൊരിക്കലും മറക്കുവാൻ ആവാത്ത വിധമുള്ളതായേല്ല ആനന്ദരങ്ങളുമെല്ലാം കൂട്ടിക്കെട്ടിക്കൊണ്ടാടുന്ന ആനന്ദമൃത കല്യാണം. ഇത് എഴുതിയാറാൻ പറ്റും, ഈ പാട്ട് എഴുതിയാറാന്ന് പറയാൻ പറ്റും. 60 മില്യൺ ആളുകൾ മീഡിയ വണ്ണിന്റെ റിയാലിറ്റി ഷോയിൽ ഈ പാട്ട് കണ്ടിട്ടുണ്ട്. 60 മില്യൺ ആളുകൾ എന്ന് പറഞ്ഞാൽ 6 കോടിയാണ്. കേരളത്തിൽ 3 കോടിയേ ഉള്ളൂ. അതിൽ പാട്ട് കേൾക്കുന്നവർ 2 കോടിയാണെങ്കിൽ മാപ്പിളപ്പാട്ട് കേൾക്കുന്നവർ 1 കോടിയായിരിക്കും. അപ്പൊ ഈ പാട്ട് ആരാണ്? 6 കോടി മനുഷ്യന്മാർ കേട്ട ഈ പാട്ട് ആരാണ്? നമ്മളൊക്കെ പാടുന്നതാണ്. ആർക്കേം പറയാൻ പറ്റുമോ ഈ പാട്ടാണ്? തലശ്ശേരി കുറച്ചുകൂടി പോകണം. കുറ്റ്യാടിപ്പുറാണ്. ആരെ പറഞ്ഞ ആ കുട്ടിയാടിക്കയാണ്, ശരിയാണത്. അദ്ദേഹം ചാലാട് എന്ന് പറയുന്ന സ്ഥലത്താണ്, കണ്ണൂർ. അദ്ദേഹത്തെ നമുക്കറിയില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പാട്ടറിയാം. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊഴിയുന്ന മാണിക്യ മണിമുത്ത് രാജാത്തീ, മാനത്തുദിച്ചതോ മണ്ണിൽ മുളച്ചതോ ഏതാണ് രാജാത്തീ. നമ്മുടെ കുട്ടികളൊക്കെ ചൊല്ലുന്ന പാട്ടാണ്. ഒരേത് പാട്ട് ഓർമ്മ ഇത് ഓർമ്മ ഉണ്ടാവും. അങ്ങനെയാണ് അത്. അങ്ങോട്ടുള്ള വരിയൊക്കെ ഇഷ്ടം, പക്ഷെ ഞാനത് പാടുന്നില്ല. അപ്പോ ഈ പാട്ട് എഴുതിയത് കുട്ടിയാലിക്കയാണ്. വേറെയും പറഞ്ഞ കുട്ടിയാലിക്കാർക്ക് ഇബ്രാഹിം നെടിയിറയോനിൽ ഇടതടവില്ലാതിര പകലൊരു പോൽ ഇരുകൈകളുമേന്തി കൊണ്ടൊരു കുഞ്ഞിനു പ്രാർത്ഥിച്ചു. ഫലമായി ഇസ്മായിൽ നബിയുടെ ജനനം ഹാജറയിൽ നൽകി ഓരോ മന കുഞ്ഞിനു നർമ്മണമുള്ളൊരു പൂവിനു തുല്യം മലബാർ നബി മുത്ത് മണത്ത് വളർത്തി വരും നാളിൽ കണ്ടൊരു സ്വപ്നത്തിൽ കിടുകിട ഞെട്ടി വിറച്ചു ഖലീലുള്ള. ഇതൊക്കെ പഴയ കാലത്ത് എത്രയോ പാട്ട് എഴുതി അദ്ദേഹം. അദ്ദേഹം ഈ പാട്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. 60 മില്യൺ ആളുകൾ എന്നൊക്കെ പറഞ്ഞാൽ അതിൽ കൂടുതലും മലയാളികളല്ല. അത് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി. 60 മില്യൺ ആളുകൾ ഈ പാട്ട് കണ്ടാൽ എത്ര ഉറപ്പ് കിട്ടുമെന്ന് സലാംക്കൊക്കെ അസനക്കും ഒക്കെ അറിയാം. കാരണം ഇവരൊക്കെ യൂട്യൂബൊക്കെ ആളുകളാണ്. 60 മില്യൺ ആളുകൾ ഒരു പാട്ട് കണ്ടാൽ എത്ര ലക്ഷം കിട്ടും. ഞാന് എന്റെ ഒരാളെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ പാട്ടിന്റെ ഒരു അവകാശം നമുക്ക് വേണം, ഈ പാട്ടിന്റെ. ഞാൻ പറഞ്ഞു, ആ പാട്ട് ഈ ചാനൽ ഇത്ര ആള് കണ്ടതാണ്, അല്ല നിങ്ങൾക്ക് അത് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ. ഞാൻ കണ്ണൂരിൽ പോയിട്ട് അന്വേഷിച്ചു, ആർക്കും ഇദ്ദേഹത്തെ അറിയില്ല. അദ്ദേഹം ഈ 2001-2 കാലഘട്ടത്തിൽ മരിച്ചുപോയ ആളാണ്. കഥാപാത്രം വീട്ടുമുറ്റത്ത് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകടവ് ഇദ്ദേഹത്തെ കുറിച്ചൊരു ലേഖനമുണ്ട്. അദ്ദേഹം ആദ്യം ഈ ഖബർ വിളിക്കുന്ന ജോലിയായിരുന്നു, പിന്നീട് അവസാനം ഒരു ഇറച്ചിക്കടയിൽ പണിയെടുക്കുകയായിരുന്നു, പൊതിഞ്ഞു കൊടുക്കുകയായിരുന്നു. എത്രയോ പാട്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പോ ഒക്കെ ഇറ്റുമാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിന്റെ ഇപ്പം പെമ്മക്കളുടെ വീട്ടിലാണ് അവരൊക്കെ താമസിക്കുക. അദ്ദേഹത്തിന്റെ ഭാര്യയെ കണ്ടു. ഭാര്യക്കൊന്നും ഇങ്ങനെ ഒരു പാട്ട് എഴുതിയ ഭാര്യയാണെന്ന് അവർക്കൊന്നും അറിയില്ല. ഈ ജനങ്ങൾ ഈ കോലാഹലം ഈ പാട്ടുകൾ ഉണ്ടാക്കുന്നതും അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്തെങ്കിലുമൊക്കെ പാട്ട് എഴുതിയിട്ട് കുട്ടിയാലിക്ക കൊണ്ടു തന്നിട്ടുണ്ടോന്ന് വെച്ച്. അങ്ങനെയൊന്നുമില്ല, മൂപ്പര് വേറെ പണിയൊക്കെ ചെയ്താണ്. മൂപ്പര് കുറച്ച് 2ാം ലോകമഹായുദ്ധകാലത്ത് കുറച്ച് പട്ടാളത്തിൽ കുക്കായിരുന്നു. അത് ഷിഹാബുദ്ദീൻകയുടെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഒരു അനുഭവം. കുട്ടിയാലിക്കയോട് ഷിഹാബ് ഖാൻ ചോദിക്കുകയാണ്, അദ്ദേഹം മരിക്കുന്നതിനെ കുറിച്ച് മുമ്പ്, നിങ്ങൾക്ക് ഈ പാട്ട് പാടിയിട്ട് ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും ഉപകാരം കിട്ടിയിട്ടുണ്ടോ പൈസ? മൂപ്പര് പറഞ്ഞാൽ അങ്ങനെ ചോദിച്ചാൽ പ്രതിഫലം കിട്ടിയിട്ടുണ്ട്. എന്താന്ന് ചോദിച്ചാല് ഞാൻ ഈ പിന്നെ പട്ടാളത്തിലായ സമയത്ത്, പിന്നെ അദ്ദേഹം രക്ഷപ്പെട്ട് പട്ടാളം ജോലി ഉപേക്ഷിച്ച ആളാണ്. ആ സമയത്ത് ഈ വളരെ മോശമായ പച്ചക്കറിയും ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ആയിരുന്നു ഞങ്ങളെ ഈ പിന്നെ ക്യാമ്പിൽ വിതരണം ചെയ്തത്. ഇത് ഞാൻ പാകം ചെയ്ത് കൊടുക്കാനും കഴിക്കാനും നിർബന്ധനാണ്. അപ്പൊ ഞാന് ഒരിക്കലും ഇതിനൊക്കെ കളിയാക്കിയിട്ട് ഒരു പാട്ട് എഴുതി, ഈ മോശമായ പച്ചക്കറിയും ഇത് കുറിച്ച് പാട്ട് എഴുതിയിട്ട്. അന്ന് ഈ മലയാളികളായ ആൾക്കാർ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ പാട്ട് എഴുതിയിട്ട് ആരോ പാടി ഞാനിങ്ങനെ ഈ പാത്രത്തിൽ കൊട്ടി ഇങ്ങനെ ബഹളം താളൊക്കെ പിടിച്ചപ്പോ ഉത്തരേന്ത്യക്കാരനായ ഒരു ഓഫീസർ ചോദിച്ചു, ഇതെന്താണ്? അപ്പൊ ഇങ്ങനെ ഇതിനെ കുറിച്ച് കളിയാക്കിയിട്ട് കുട്ടിയാലി തന്നെ ആളെ എഴുതിയൊരു പാട്ടാണെന്ന്. കുട്ടിയാലിക്ക് ഒരാഴ്ച തുടർച്ചയായിട്ട് രാവിലെ 1.5 മണിക്കൂർ ഒറ്റക്കാലുമല ഗ്രൗണ്ടിൽ നിർത്തി. അതാണ് എനിക്ക് കിട്ടിയ പുതിയ പാട്ട് കൊണ്ട്, വേറെ ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല.
അപ്പൊ അദ്ദേഹം പറയാണ്. അപ്പൊ അങ്ങനെ അപ്പൊ ഇവര് ഞാൻ എന്നിട്ട് ഈ ഭാര്യയോട് സംസാരിച്ച വളരെ പ്രായമുള്ള സ്ത്രീയാണ്. ഇവരെ കുറച്ച് എന്റെ അടുത്ത് വന്ന ആളെ വെച്ച് പൈസയൊക്കെ കൊടുത്തു, റൈറ്റ് ഒക്കെ എഴുതി വാങ്ങി. റൈറ്റ് എന്താണെന്നും അവർക്കറിയില്ല, പകർപ്പവകാശം ഒന്നും അവർക്കറിയില്ല. പക്ഷെ ഞാനൊരു 6 മാസം ശേഷം കാണുന്ന അറിയോ, ഈ പാട്ട് വാങ്ങിയത് അഷ്റഫ് ഹംസ എന്ന് പറഞ്ഞ സുലൈഖ മനസ്സിൽ എന്ന സിനിമയിലെ സംവിധായകനാണ്, അവരുടെ ഒരു ബന്ധപ്പെട്ടാണ്. അത് പിന്നെ വേറൊരു കോറിയോഗ്രാഫി വെച്ചിട്ട് അത് 80 മില്യൺ ആളുകളെ കണ്ടു. ഒരു പാട്ടാണ് ഇങ്ങനെ മാർക്കറ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞത് കുട്ടിയാലിക്കൊന്നും ഒരു ജീവിതത്തിൽ ഒരു ഗുണം ഇതും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരവരുടെ ദൗത്യം നിർവഹിച്ചു പോയവരാണ്. എത്രയോ മഹാന്മാരായ പാട്ടുകാര്. ഇപ്പൊ ഞാൻ ഈ തലശ്ശേരി ഉമ്മർക്ക എന്ന് പറഞ്ഞ ആള് ഉടമ്പുള്ള ചിരിയുള്ള കുരചരമുള്ള പാട്ട് ഒരു കുട്ടി റിയാലിറ്റി ഷോ ഞാൻ ചോദിച്ചു, മോനെ ഇതാരാണ് പാടിയത്? മാർക്കോസ് ആണെന്ന് പറഞ്ഞു. മാർക്കോസ് ഇട്ടും ഞങ്ങളുടെ പാനലുണ്ട്. മാർക്കോസ് പറഞ്ഞു, ഇത് ഞാൻ പാടിയ പാട്ടാ. ഞാൻ പറഞ്ഞെങ്കിൽ രണ്ടാളും ആരും പാടിയ പാട്ടല്ല, ഇത് തലശ്ശേരിയിലെ മാർക്കോസിന്റെ കുറ്റം പറഞ്ഞ കാര്യമല്ല. ലൈവായിട്ട് കേസറ്റ് ഇറക്കുന്ന കാലാണ്. മാർക്കോസിട്ട് പാടിയിട്ടുണ്ട്, കുട്ടി അതാണ് കേട്ടത്. അപ്പൊ ഞാന് ഈ ഇദ്ദേഹത്തോട് പറഞ്ഞു, ഇത് തലശ്ശേരിയിൽ ഒരു ചുമട്ട് തൊഴിലാളിയായിരുന്ന ഉമ്മർക്ക പാടിയ, അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ഇട്ടാ. അഴകാർ മുഹമ്മദിൻ ശീലവും കോലവും അയാൾ കേട്ടിട്ടുണ്ടോ ഈ പാട്ട്? അതുപോലെ ഉടമുള്ള ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതു മണവാട്ടി, ഇത് പാടാത്ത കല്യാണം കൂടില്ല. ചേല തെളിവൊളി 3-4 പാട്ടേ പാടിയുള്ളൂ. ഈ കാഫില കെട്ടി വരുന്നവര് കാരക്കത്തോട്ടങ്ങൾ കണ്ടവരുന്നൊരു പാട്ടുണ്ട്, അത് ആദ്യം പാടിയ അദ്ദേഹമാണ്. ഈ പാട്ട് ചിട്ടപ്പെടുത്തിയത് രാഘവ മാഷാണ്, ഈ കുടമുള്ള ചിരിയുള്ളത്. അത് ഉമ്മർക്ക പറഞ്ഞിട്ടുണ്ട്, രാഘവ മാഷ് മാപ്പിളപ്പാട്ട് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട് തന്നെ നമുക്ക് അത്ഭുതമാവും. ഈ പാട്ട് അദ്ദേഹം ചിട്ടപ്പെടുത്തിയാണ്. ഈ ഉമ്മർക്ക വീട്ടിൽ നിന്ന് കാണുകയാണ് ഈ കുട്ടി മാർക്കോസ് എന്ന് പറയുന്നത്, ഞാനത് തിരുത്തുന്നതും. അപ്പൊ എനിക്ക് ഉമ്മർക്കാനെ പരിചയമൊന്നുമില്ല. പാട്ടുകാരനായ എന്നെ ഗഫൂറിനോട് എന്റെ നമ്പർ വാങ്ങിയിട്ട് പിറ്റേ ദിവസം അദ്ദേഹം എന്നെ വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കരയാണ്. മോനെ, നിങ്ങളൊരാള്, നിങ്ങൾ എന്നെ അറിയില്ല, നിങ്ങളെ ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ ഞാനിങ്ങനെ പാട്ടിന്റെ ഡീറ്റെയിൽസിന്റെ അന്വേഷിച്ച് ഞാനിങ്ങനെ പറഞ്ഞു തരും. അന്ന് പട്ടുറുമാല് എന്ന പരിപാടിയൊക്കെ എല്ലാവരും ദിവസവും കാണുന്ന ഒരു കാലമാണ്, ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പോ ഒരാൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒന്നും ആരും കാണുകയും കേൾക്കുകയൊന്നുമില്ല. അപ്പൊ അത് അന്ന് TV നമ്മുടെ ഒരു ഭാഗമായതുകൊണ്ട്. അപ്പൊ പിന്നീട് ഞങ്ങൾ വലിയ സുഹൃത്തുക്കളായി. അത് എപ്പോഴും പറയായിരുന്നു, ഇങ്ങനെ ഈ ഒരു പാട്ട് ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പേര് പറഞ്ഞു എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ നമ്മുടെ ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായി ഞാൻ കാണുന്നതാണ്. അതൊക്കെ പറയാൻ സാധിച്ചതുകൊണ്ട് വലിയൊരു ഭാഗ്യമാണ്. ഇവരൊക്കെ കഷ്ടപ്പെട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞങ്ങൾക്കൊന്ന് സംസാരിക്കുകയല്ല, ഇതൊരു ഗൗരവമായ പാട്ടുശാഖയായിട്ടാണ് പഴയ കാലത്തെ പാട്ടുകാരും ആസ്വാദകരും ഒക്കെ കണ്ടത്. അവരവരുടെ ദൗത്യം. ഇപ്പൊ രണ്ടത്താണി അംസക്കയുടെ ഒക്കെ നിങ്ങൾ ആലോചിച്ചു. ഒരിക്കലും അദ്ദേഹത്തെ ഗൾഫ് കൊണ്ടുപോയി കുറെ ആളുകൾ. അപ്പൊ അന്ന് ഞാൻ എന്തോ പരിപാടിക്ക് അദ്ദേഹത്തെ കണ്ട അദ്ദേഹം ഒരാഴ്ച കൊണ്ട് മടങ്ങി പോകുന്ന അദ്ദേഹം. പിന്നെ നാട്ടിലൊരു പരിപാടി കണ്ടു. ഞാൻ വെച്ചാൽ അംസക്ക എങ്ങളെന്തിനാ ഈ വേഗം പോകുന്നത്? നിങ്ങളൊരു മാസം അവിടെ നിന്നാല് അവര് ചില സൗകര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം മാസം ഈ വ്യാഴവും വെള്ളിയൊക്കെ അവിടെ പരിപാടി നടക്കും. നിങ്ങൾ അവിടെ താമസിച്ചാല് എന്തെങ്കിലും പല സ്ഥലത്തും പോയി പരിപാടിയാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ പൈസ കിട്ടുമെന്നുണ്ട്. മോനെ, അത് പറ്റൂല. നമുക്ക് ജീവിതത്തിൽ ഒരു സ്വാതന്ത്ര്യം സാധനം ഉണ്ട്. എനിക്ക് ഗൾഫിലെ കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഉണ്ട്. പക്ഷെ എന്റെ ഗൾഫിലെ പ്രശ്നം എന്താ പറയുക, എനിക്ക് മുറുക്കിയിട്ട് തുപ്പാനൊരു പേടി. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് എവിടെ പോയാലും ബേജാറാണ്. ഈ മുറുക്കിയിട്ട് തുപ്പാൻ സ്വാദില്ലാത്ത നാട്ടിൽ പൈസ കിട്ടിയിട്ട് എന്ത് കാര്യം? ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും. രണ്ടത്താണി അംസക്കാന്റെ ഒരു നിലപാട്. എന്നിട്ട് മൂപ്പർ വാശി പിടിച്ച് പോകുന്നു. പൈസന്റെ പ്രശ്നമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഇപ്പൊ എസ് എ ജമീൽക്ക് ആ ഭാഗം ഞാൻ പറഞ്ഞാല് നിങ്ങളുടെ കൂടെ ജമീൽക്കൊക്കെ ഈ ലോകത്തുള്ള ഒരു കാര്യവും ബാധിച്ച മനുഷ്യനായിരുന്നില്ല. ഈ ലോകം എങ്ങനെ ചലിക്കുന്നു എന്നുള്ളൊന്നും അദ്ദേഹത്തിന്റെ വിഷയമായിട്ടില്ല. നിങ്ങൾ ആലോചിച്ചത്, ഞാൻ മോയിൻകുട്ടി, ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ കാര്യം പറയാൻ ഞാൻ അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞാണ്, ഒന്നും വിചാരിക്കരുത്. മോയിൻകുട്ടി വൈദ്യൊരു സ്മാരകത്തിൽ ഇങ്ങനെ കലാകാരന്മാരൊക്കെ ആദരിക്കുക. വിജയൻകുട്ടി, പി.ആർ. മുഹമ്മദ്, ഇങ്ങനെ ഒരുപാട് ആളുകളെ ആദരിക്കുകയാണ്. ജമീൽക്ക വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. എങ്ങനെയോ ആസാദ് വണ്ടൂർ നിർബന്ധിച്ചു കൊണ്ടുവന്നാണ്. ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ അവസാനത്തെ 5 കൊല്ലം ഞാൻ അദ്ദേഹത്തിന്റെ ആളായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂഫി സാഹിബ് വന്നു. ഈ ആദരിക്കൽ മുഖ്യ അതിഥിയാണ്. എല്ലാവരെയും പരിചയപ്പെട്ടപ്പോൾ ജമീൽക്ക എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, കൈ കൊടുത്തു. ജമീൽക്ക ചോദിച്ചു, നിങ്ങളുടെ പേരെന്താ? ഞാൻ നാലകത്ത് സൂഫിയോ. പിന്നെ ചോദിച്ചത്, എന്താ ഏർപ്പാട്? കേരളത്തിലെ വിദ്യാഭ്യാസം ഞാൻ ആകെ കുടുങ്ങി. അപ്പൊ വിദ്യാഭ്യാസം, അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളത് ചെയ്തത് ശരിയായില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, അങ്ങനെ പറയരുത്. വിദ്യാഭ്യാസ മന്ത്രി ആരാണെന്ന് അറിയുന്നത് വലിയൊരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ എനിക്കും അറിയാം. അങ്ങനെ വിചാരിച്ചാൽ മതി.
പിന്നെ അവിടെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എസ്.എ. ജിമ്മിക്കാന്റെ ഒരു അതാണ് പറഞ്ഞ കുഴപ്പമില്ല, ഒരു നിലപാട് എങ്ങനെയായിരുന്നു, ഒന്നിനും വേണ്ടാത്ത വൈദ്യുത അക്കാദമിയിലൊക്കെ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന്റെ ചില പിന്നെ മാനറിസങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ അത്ഭുതപ്പെട്ടു പോകും. ഈ പാട്ട് എന്ന് പറയുന്നത് കൃത്യമായ കാര്യങ്ങൾ അദ്ദേഹം പറയും. ഈ പിന്നെ ദുബായ് കത്ത് അദ്ദേഹം എഴുതാനുണ്ടായിരുന്ന സാഹചര്യത്തെ കുറിച്ച് പി.വി. അബ്ദുൽ വഹാബാണ് അദ്ദേഹത്തിനോട് ആ പാട്ട് എഴുതിക്കുന്നത് ഒരു പരിപാടിക്ക് പോയിട്ട്. പക്ഷെ അവിടെ അത് കോംപ്രമൈസ് ചെയ്യാതെ അദ്ദേഹം ഉണ്ടാക്കിയ പ്രശ്നം 8 മാസം അവിടെ നിന്നു അദ്ദേഹം. അങ്ങനെയാണ് ഈ പാട്ട് അവതരിപ്പിക്കുന്നത്. അത് പിന്നെ ഒരു തബലിസ്റ്റ് ഈ പാട്ട് റെക്കോർഡ് ചെയ്ത് വേറെ തരത്തിൽ പിന്നെ ജനങ്ങളെ എത്തിച്ചു. അതിൽ അദ്ദേഹം ചൂടായി, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. ഈ HMV റെക്കോർഡ് കമ്പനിയുമായിട്ട്, ആ ഗ്രാമഫോൺ കമ്പനിയുമായിട്ട് അദ്ദേഹത്തിന്റെ ബന്ധത്തെ കുറിച്ച് ചോദിച്ചാൽ അദ്ദേഹം പറയും അവരാർക്കും പൈസ കൊടുക്കാറില്ല. HMV പാടുക എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട്. ജമീൽക്ക് ആ പൈസ ചോദിച്ചു. അതിന് അനന്തരഫലം പിന്നീട് അവർ എന്നെ കൊണ്ട് പാടിച്ചില്ല എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങളല്ല. അപ്പൊ അങ്ങനെ കാണുന്നത് മാത്രമല്ല, അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇന്നും ആഘോഷിക്കുന്നില്ല. ഞാൻ ഇപ്പോ ഒരു സ്ത്രീ വിരുദ്ധ പാട്ടായിട്ട് നിങ്ങൾ വിചാരിക്കരുത്. ലോകത്ത് വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ജമീൽക്ക് ഒരാളെ ഞാൻ മാപ്പിളപ്പാട്ട് കണ്ടിട്ടില്ല. വിഷയങ്ങൾ തിരഞ്ഞെടുക്കാൻ ഭർത്താവിന്റെ സങ്കടം പറഞ്ഞ ഏക പാട്ടുകാരൻ ആളാണ്. ഈ പെണ്ണുങ്ങളൊക്കെ എതിരാവും അങ്ങനെ കാണുന്നത്. ഭർത്താവിന്റെ സങ്കടം പറഞ്ഞ ഏക പാട്ടുകാരൻ. ദുബായിക്കത്തൊക്കെ ഉണ്ട് ഈ പാട്ടുമ്പോ, അന്നെനിക്ക് എന്റെ കണ്ണിൽ എന്റെ ഭാര്യ മാത്രമാണ് ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ സിനിമാ സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഒരു വിഷയം ഞാൻ കേട്ടില്ല. ഞങ്ങൾക്ക് ആർക്കും പറയാനുള്ള കാര്യമില്ല. കരിനീല നീൾമിഴിയും നാഴിപ്പരപ്പിലന്ന് വിടർന്ന് കാണാം വിശ്വകവിത. ഇന്നതേ കണ്ണിൻ കവാടത്തിൻ കാലത്തിൻ കൈപ്പടയിൽ വായിക്കാം ജീവിതത്തിൻ വ്യർത്ഥത. പാതിരാ കഴിഞ്ഞാലും പട്ടുമെത്തയാണേലും അന്നൊന്നുറങ്ങിക്കിട്ടാനെന്തൊരു ഞരക്കം. ഇന്ന് പായിലോ അല്ല പടിയിലോ വെറും പറയിലോ കിടന്നാൽ മതി വെളുക്കോളും പിന്നെ വെറും ഉറക്കം. പിന്നെങ്ങനെ ഞാൻ ഏറ്റവും കൂടെ പാടുന്നില്ല, എനിക്കിതൊക്കെ നടന്നു പോകേണ്ടത് ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ എത്ര തീവ്രമായിട്ട് തന്നെ എന്താ ആരും കൊതിക്കും മേനി അഴകിൻ്റെ സുന്ദര സുകുമാര കലാരൂപ ശില്പതാരകം. അത് അന്നാണ്. ഇന്നാരും ആരും തിരിഞ്ഞൊന്നു നോക്കുകില്ല, ഇന്നിവളൊരു സഞ്ചരിക്കും പുരാവസ്തു സ്മാരകം. ബാക്കി ഞാൻ പാടല്ല, അവസാനത്തെ പരിമണ ഞാൻ പാടുതരാം. കെട്ടിയ അന്നൊരു ഘട്ടം വരെ ദാമ്പത്യ സ്വർഗഭൂമിയിൽ വിരചിച്ചു പ്രണയഗാഥ. ഇന്ന് കെട്ടറുത്താലും ഒഴിഞ്ഞു മുട്ടറുത്താലും ഒഴിഞ്ഞു കിട്ടാത്തൊരു മഹാപ്രേതബാധ. ഇവൾ ഒഴിഞ്ഞു പോയി കിട്ടാൻ ഇടയ്ക്കിടെ ഒരു പെണ്ണു കെട്ടാൻ മുദ്രാവാക്യം മുഴക്കി നടന്നു മോഹം. മുദ്രാവാക്യം മുഴക്കാണ്. എങ്ങനെ പറയാൻ? എന്നാൽ ഇഷ്ടക്കീടാങ്ങൾക്ക് വേണ്ടി ഈ കടക്കട ലൊക്കട വണ്ടി ഒടുക്കം വരെ ഉണ്ടാനാണ് യോഗം. ഇത് മധ്യവയസ്കരായ ആൾക്കാർക്ക് വല്ലാണ്ട് ആസ്വദിക്കും. ഞാന് എന്റെ ഭാര്യ ഈ പാട്ട് കേട്ട് വന്നിട്ട് ഞാനൊരു കവിയായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചു തരുന്നു. അവള് കവിയാത്ത നമ്മളെ ഭാഗ്യം. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ചില നിലപാടൊക്കെ ഉണ്ട് പുരുഷന്മാരെ പറ്റി പറയും. ഇതൊക്കെ തമാശയായിട്ട് കണ്ടാൽ മതി. ജമീൽക്ക പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടതാണ്. ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഒരു മതപരമായ ശാഖാപരമായ അഭിപ്രായ വ്യത്യാസത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഒരു പാട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്കൊരു അല്ലാഹു പോരെ എന്നൊരു പാട്ട് ഇവിടെ പാടാൻ പറ്റില്ല, കാരണം ഇത് നല്ലവർക്ക് പോകണല്ലോ. ആ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കും. ഈ പാട്ട് അദ്ദേഹം പാടിയിട്ട് കോഴിക്കോട് പ്രസിഡന്റ് ആയിട്ട് പിന്നെ ആളുകൾ ബഹളായി. പാട്ടുകാരൻ മറുപടി മാപ്പ് പറഞ്ഞാൽ നമുക്ക് പാടാമല്ലോ. ജമീൽക്ക മറുപടി പറഞ്ഞതറിയാം മാപ്പ് പറഞ്ഞത്? കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരു ആശയം അവർ പറഞ്ഞാൽ എതിർപ്പുള്ള കോൺഗ്രസ്സുകാർ പെർമിഷൻ കിട്ടൂലേ, പിറ്റേന്ന് ഒരു പൊതുയോഗം വെച്ച് എതിര് പറഞ്ഞാൽ പോരെ. എല്ലാവർക്കും പാർട്ടിക്കാരും കിട്ടും, എന്നാൽ കോൺഗ്രസ്സുകാർക്ക് അങ്ങോട്ടും ലീഗാർക്ക് ഇങ്ങോട്ടും ഒക്കെ പറയാം. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അള്ളാഹു പോരാ എന്ന് ഒരു പാർട്ടിക്കാരനെ കൊണ്ട് പാടിച്ചാൽ പോരെ. പിന്നെ മാപ്പ് പറഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായത്. അപ്പൊ അവരൊക്കെ അങ്ങനെയാണ്. അവർക്ക് അവരുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ വിഷയങ്ങളോ ഒന്നും അവരുടെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ ആ തരത്തിലുള്ള ഒരു വലിയ മേഖല ഈ മാപ്പിളപ്പാട്ട് മേഖലയിലൊക്കെ പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ കേട്ടുന്നത്. കൃഷ്ണദാസ മാഷ പോലെയുള്ള ആളുകളുടെ സംഗീതം സാധാരണ രീതിയിൽ മാറിയിട്ട് വടകര കൃഷ്ണദാസ മാഷ ഒരു സ്വന്തം സ്റ്റൈൽ കരിങ്ങളെ പെറ്റ നാട് കാണാൻ ബഹ്റാനെയും താണ്ടി വന്നവൾ ഞാൻ
ഈ ഒരു സംഗീതമൊക്കെ മാപ്പിളപ്പാട്ടിനോട് അദ്ദേഹം ചേർത്ത് അദ്ദേഹത്തിന്റെ ഒരു തന്നെ സ്റ്റൈലുണ്ട്. കാൽകാശിന് ഗതിയില്ലാത്തോൻ കോടീശ്വരനായി ഭവിക്കും, കൊടികുത്തിയ ധനവാനൊരു നാൾ ഗതികെട്ട് തെണ്ടി നടക്കും. ഷഹ്മാഷ മനോഹരമായ ട്യൂണാണ്. ചുരം കയറുമ്പോൾ മൂരിക്ക് വണ്ടി ഭാരം, ചുരമിറങ്ങുമ്പോൾ വണ്ടിക്ക് മൂരിഭാരം. എത്രയോ നാടകഗാനങ്ങൾ ഇതുപോലുള്ള പാട്ടുകളൊക്കെ ഇപ്പോ ആറ്റക്കനിമോനെ ഇതാ നിന്നേ പോ ഏറ്റം സുഖമെന്ന് മനസ്സിലിപ്പോ. MP മ്യൂസിക്കയുടെ സംഗീതം. ഇപ്പൊ തുടക്കപ്പൂമോനെ ബെഞ്ചിനൊക്കെ ഈ അറ്റത്ത് നമ്മളെ ഈ കാലത്ത് വരെ അദ്ദേഹം സംഗം ചെയ്ത പാട്ടുകൾ കതിർകത്തും റസൂലിന്റെ തിരൂറൗള ശരീഫന്റെ കടൽ കൊണ്ട് കാണി കാണാം വിധി കൂട്ടല്ല വിധി കൂട്ടല്ല. ശാന്ത ഭാഷയെ പോലെയുള്ള സംഗീതം. ഇപ്പം കുഞ്ഞി മുസ്ലിം ശാന്ത ഭാഷ, കോഴിക്കോട് അബൂബക്കർ, ഒരുപാട് ആളുകൾ സംഗീതം ചെയ്തു. മഹാന്മാരായ ആളുകൾ എഴുതി വെച്ച് മോയിക്കുട്ടി വൈദ്യരും വടക്കിനിയടുത്ത് അഹമ്മദ് കുട്ടി മല്ലയും പുലിക്കോട്ടിൽ ഹൈദറും മുണ്ടമ്പ്ര ഉണ്ണി മുഹമ്മദും അങ്ങനെയുള്ള ഒരു നിലയില് നമ്മുടെ കാലഘട്ടത്തിൽ PT അബ്ദുറഹിമാൻ, PT-യുടെ പാട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചോക്ക്. മനുഷ്യന്റെ ജീവിതത്തിന്റെ നിസ്സഹായാവസ്ഥയെ കുറിച്ചൊക്കെ പലരെല്ലാം ഇതുവാടി വന്നു പോയി, പകലിരവുകൾ മാറി എന്തുണ്ടായി, കാര്യങ്ങൾ പഠിപ്പിച്ചോരെല്ലാം പോയി, കാരക്ക തൈകൾക്ക് വളങ്ങളായി. കൃഷ്ണന്റെ സംഗീതമാണ് PT-യുടെ വരികള്. നമസ്കാര വിരിപ്പിൽ മുഖമാമർത്തി നടുങ്ങുന്നു കരയുന്നു കൽപുണർത്തി. ഓ കൃഷ്ണേട്ടൻ തന്നെ PT-യുടെ ഒരു വരിയുണ്ട്. കൃഷ്ണേട്ടൻ തോന്നിയത് എന്താണ്? മറക്കാൻ കഴിയില്ല കഴിഞ്ഞ കാലം, മനസ്സിൽ കളി പെണ്ണിൻ വിളിഞ്ഞ കോലം, നാട്ടുംപുറത്തിന്റെ ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ മനോഹരമായ പ്രണയങ്ങൾ. PT എഴുതുമ്പോ PT-ആണ് ശരിക്കും ഇതിനെ ജനകീയമാക്കി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തന്ന ഒരു കവി എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കുട്ടി മാറ്റും വെളിയിൽ ഫസീലത്തെയും നമ്മുടെ ഈ മൂസക്കയും മിറാജ് രാവിലക്കാറ്റ് മൈലാഞ്ചി അടിച്ചല്ലോ ചമ്പകപ്പൂ തേലികളുടെ തരം പീർ മുഹമ്മദിന്റെ നമ്മുടെ മഹിയിൽ മഹാസീനി പടവാള് വിഴികളുടെ തുടങ്ങിയ ഒട്ടേറെ കാറ്റുകളെ കണ്ട പൂങ്കാറ്റ് ഒക്കെ PT-യുടെ വരികളാണ്. PT-ആണ് എല്ലാവർക്കും നല്ല പാട്ടുകൾ കൊടുത്ത പ്രഗത്ഭനായ ഒരു കവി. ഇന്ന് സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. നമുക്ക് തന്നെ പാട്ട് പാടി വൈറലാക്കാം, നമുക്ക് പാട്ടിനെ കൊണ്ട് എന്തും ചെയ്യാം. പക്ഷേ നമ്മൾ പലപ്പോഴും ഈണത്തിനോ അതിന്റെ വരികൾക്കോ എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഒരു ചിന്തയാണ് സിനിമയിലും നാടകത്തിലും. ഇപ്പൊ നാടകത്തിലൊക്കെ എത്ര പാട്ടുകളാണ് നമ്മൾ ഒരു കാലത്ത് നിന്ന് നാടകമാണ് നമ്മൾ അറിയാത്തതുകൊണ്ടല്ല. ആര് കല്യാണ പുതുമകെല്ലാം മലർമുത്ത് ഫാത്തിമത്തിൻ കല്യാണമേ, ഇത് മരുപ്പച്ച നാടകത്തിലെ പാട്ടാണ്. ആ നാടകത്തിൽ തന്നെയാണ് ഇല്ല ദുനിയാവില് ഹൈർ ചെയ്യും പൂമ ഇല്ല. ഇത് പിന്നെ ബാബുക്കയുടെ പാട്ടാണ്. എത്രയോ പാട്ടുകൾ, വരണ്ടുള്ള പുഴവക്കത്ത് പോലെയുള്ള പാട്ടുകൾ കോഴിക്കോടൻ നാടകവേദികളിൽ കേട്ടി ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട്. ഇപ്പൊ തെളിയട്ടെ വിളക്കുകൾ തമസിന്റെ തല വെട്ടി വിധികെട്ട മനുഷ്യന്റെ മനസ്സുകൾ ഉണരട്ടെ. KT-യുടെ നാടകം, KT-യുടെ പാട്ടെഴുത്തുകാരനെ നമ്മൾ ഒരിക്കലും ആഘോഷിച്ചിട്ടില്ല. KT-യിലെ പാട്ടൊക്കെയാണ് എടുക്കും. താഴത്തെ ഭൂമി മറന്ന് മാനത്ത് കോട്ടകൾ കിട്ടും, ജീവിക്കും ജീവിത തത്വം മണ്ണിതിനടിയോട്ടെ. കോഴിക്കോട്ടെ നാടകങ്ങളിൽ കരളെ മുഹബത്ത് എന്തെന്ന് ഞാൻ പണ്ട് കേട്ടത് മുഹമ്മദ് യൂസഫിന്റെ ഒരു പാട്ടാ. കരളെ മുഹബത്ത് എന്തെന്ന് ചോദിച്ചു പണ്ടൊരു രാജാവ്, അതേതാ എന്താ കൽബിന്റെ അകത്തക്കിളി കൂടും കെട്ടിക്കൂടിയിട്ടുണ്ടെന്നായി രാജാത്തി. ഏത് മുഹബത്ത് ഏടിയിരിപ്പവനെന്നായി പിന്നെയും രാജാവ്. ഇതൊക്കെ അക്കാലത്തെ നാടകങ്ങളാണ്.
എനിക്ക് നാട്ടില് KG ഉണ്ണീനും നമ്മുടെ പിന്നെ ബാബു കറ്റൂർ ചെയ്ത പൂച്ചെടി പൂവിന്റെ മുട്ട് പറിച്ച് കാതില് കമ്മലിട്ട് പലങ്കാല പദവിയിൽ കളിയാടുന്ന ഐഷാട്ട പാടിയ പാട്ടാണ് ഈ ആശിച്ച പോലെ നടക്കൂല ഇമ്പപ്പൂ മധു പണ്ട് കുടിക്കൂല കീരിയും പാമ്പും ഇണങ്ങൂല തളിരായ കൽപതറിയൂല. ഇവിടെ ഇന്ത്യയിലെ കർഷക സമരം നമ്മളെ കേരളത്തിലും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു 2 വർഷം മുമ്പ്. ആ സമയത്ത് ഞാൻ KG ഉണ്ണീന്റെ ഒരു പാട്ടുണ്ട്. അല്ല പടച്ച ഭൂമിയെ ഇന്നൊരു കൂട്ടരെ കുത്തകയാക്കി നിർത്തി അതിനുടെ അളവും അതിരുമ ഇതുവരെ കണ്ടിടുകാതെ ജന്മി അകലെയിരുന്ന് അതിൽ വിളയുന്നത് തിന്നുകയാണ്. ഈ കർഷക സമരമുള്ള കാലത്ത് ഈ പാട്ട് ആരോ പാടി ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പാട്ടുകളുടെ മാപ്പിളപ്പാട്ടിന്റെ ഈണവും താളവും നമ്മുടെ നാടകത്തിലും സിനിമയിൽ ഞാൻ പറയുന്നില്ല, കാരണം അത് വേറെ ലോകമാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു തരംഗം ഉണ്ടാക്കിയ പാട്ടിന്റെ വർത്തമാനകാലത്താണ് നമ്മളിപ്പോൾ. നമ്മൾ ഇന്നത്തെ സാധ്യതകൾ എത്രത്തോളം, ഞാൻ അതിനെ കുറിച്ചൊന്നും എന്റെ നിലപാടൊന്നും ഇവിടെ പറയുന്നില്ല. ആ ഒരു സൂചന മാത്രം നിങ്ങൾ കണ്ടുകൊണ്ട് തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദ്യങ്ങൾ എല്ലാത്തിനും ഞാൻ കുറെയൊക്കെ സലാംക്കെയും ജബ്ബാർക്കെയും നൗഷാദ് അലിക്കോടും മറുപടി അറിയും. ഇബ്രാഹിം മൗലവി അബൂ സഹ്ല അദ്ദേഹം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് എന്റെ ഒരു ധാരണ എന്ന് വെച്ചാല് ഈ പാരമ്പര്യ ശൈലിയിൽ മാത്രം പാട്ടുകൾ എഴുതുകയും പാടുകയും ചെയ്യുന്ന കാലത്ത് ശുദ്ധ മലയാളത്തിൽ പാട്ടുകൾ എഴുതിയ ഒരു പ്രഗത്ഭനായ വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെതാണല്ലോ പ്രസിദ്ധമായ മിന്നിത്തിളങ്ങും മിന്നാമീനും എന്റെ കൂട്ടമെന്നോണം വിണ്ണിലിരുന്നു വികൃതി കളിക്കും താരങ്ങൾ മണ്ണിനുമീതെ ദീപാലങ്കൃതമായൊരു മംഗല പന്തൽ തകിൽ കടാതെ കറങ്ങി തിളങ്ങും ഗോണങ്ങൾ. ഓരോ കാലഘട്ടത്തിലും ഓരോ വഴിത്തിരിവുകളുണ്ട്. ഇപ്പോ നീലക്കുയിലൊരു വഴിത്തിരിവാണ് ഭാസ്കരൻ മാഷ്, രാഘവ മാഷ് എഴുതിയ കാലരികത്ത്. അതുപോലെയാണ് ഒരു 947 ഉബൈദ് മാഷിന്റെ നമ്മുടെ